ബിഗ് ബോസ് സീസൺ 6 ഡേ 38 ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ലൈവിലേക്ക് കയറി നോക്കിയ സമയത്ത് തന്നെ കണ്ടത് മോർണിംഗ് ആക്ടിവിറ്റിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ്. കണ്ടസ്റ്റൻസിന് അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റൻറ്റിന് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ എന്ത് ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കും? വളരെയധികം ഫണ്ണായിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ആഗ്രഹം. എന്നാൽ അത്രയധികം ക്രിയേറ്റീവ് അല്ലാത്ത രീതിയിലേക്കാണ് പല ആളുകളും ചെയ്തത്. ഇടയ്ക്ക് ബിഗ് ബോസിന് ഒന്ന് അനൗൺസ് ചെയ്യേണ്ടി വന്നു, കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളത്. ഏതായാലും ഇന്നലെ രാത്രിയിലെ ലൈവിലെ കുറേയധികം ഡിസ്കഷൻസ് നിങ്ങളിൽ പല ആളുകളും കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സീസൺ 6 ഏറ്റവും കൂടുതൽ വെറുപ്പിക്കാൻ ശേഷിയുള്ള കണ്ടസ്റ്റൻസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഉത്തരം അത് ജാസ്മിൻ ഗബ്രി എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇവർ വിചാരിക്കുകയാണ് ഏതായാലും മൊത്തത്തിൽ നെഗറ്റീവായി, അന്നെങ്കിൽ ഇറങ്ങി അങ്ങോട്ട് കളിച്ചേക്കാം. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കളി ഏത് റേഞ്ചിലേക്ക് പോകും? അതാണ് നമ്മൾ ഇനി പേടിക്കേണ്ട സംഗതി. ഇന്നലെ രാത്രി പരസ്പരം അവർ ഷെയർ ചെയ്ത കാര്യങ്ങൾക്ക് ഇടയിൽ കേട്ട ഒരു സംഗതിയുണ്ട്. അവർ സൈക്കോളജിസ്റ്റിൽ നിന്നിട്ട് അറിഞ്ഞതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. നല്ല നെഗറ്റീവാണ്, എല്ലാം കൊണ്ടും നെഗറ്റീവാണ്. ഇനിയിപ്പോൾ ആകെ ഒരു ഓപ്ഷൻ കളിച്ച് കയറി വരിക എന്നുള്ളതാണ്. പുറത്തേക്ക് പോയാലും സീനാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടും കൽപ്പിച്ച് കളിക്കാം. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു, ഇനിയിപ്പോൾ ആരെയും നോക്കുന്നില്ല, എന്തൊക്കെയാണെങ്കിലും കളിക്കുക, അതല്ലാതെ വേറെ ഒരു രക്ഷയില്ല എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വെറുപ്പിക്കലുകളാണ് ഇന്നലെ വൈകിട്ട് മുതൽ നമ്മൾ ഹൗസിൽ കണ്ടത്. അപ്പോൾ ജാസ്മിൻ ഗബ്രി അവരുടെ ആ ഒരു വെറുപ്പിക്കൽ കണ്ട സമയത്ത് തന്നെ ഡൗട്ട് അടിച്ചിരുന്നു, എന്തായിരിക്കും ഇവർക്ക് സൈക്കോളജിസ്റ്റ് കൊടുത്ത ഉപദേശം. പിന്നീട് വൈകിട്ടാണ് മനസ്സിലായത് ഇതാണ് രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു കളിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ഏതൊരു റേഞ്ചിലേക്ക് പോകും എന്നുള്ളത് ഇങ്ങനെ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ്. ഏതായാലും ബാക്കിയുള്ള ആളുകൾ ചെറിയ രീതിയിൽ പ്രൊവോക്ഡായിട്ട് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സിബിന്, ശ്രീരേഖ, അതേപോലെ തന്നെ ശ്രീതു, അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ ജാസ്മിനെതിരായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. പിന്നെ ഗബ്രിയെ തീരെ പറ്റുന്നില്ല ബാക്കിയുള്ള ആളുകൾക്ക്. അതിൽ സിബിനൊക്കെ ആണെങ്കിൽ ഗബ്രിയോട് നല്ല രീതിയിൽ പൊളിയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വന്ന് കഴിയുമ്പോഴത്തേനും എങ്ങനെയാണ് കളി എന്നുള്ളത് അറിയില്ല. പിന്നെ സിബിൻ്റെ പുറകെ ആളുകൾ അണിചേരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഹൗസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിനകത്ത് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, എല്ലാ ആളുകൾക്കും കോമൺ എനിമി ആയിട്ട് മാറിയ, ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയെ പോലുള്ള ആളുകൾക്കെതിരെ കളിക്കാൻ സിബിൻ ബെറ്ററാണ്, മുന്നിൽ നിർത്താൻ പറ്റിയ ഒരാളാണ് എന്നവർക്ക് തോന്നി. പിന്നെ ഉള്ളത് സിബിൻ്റെ ഒരു ഗെയിമാണ്. അത് നമുക്ക് പുള്ളിയെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളുടെ പിന്നിൽ കുറേയധികം ആളുകൾ അണിചേരുക എന്ന് പറയുന്നത് അയാളുടെ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കഴിവിൽ സിബിൻ മുൻപന്തിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിൻ ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയത്തും അയാൾ ഒരു ബുള്ളിയാണ് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ അതൊഴിച്ച് നിർത്തി മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. പക്ഷേ അവിടെ പ്രൊവോക്ഡ് ആവുന്നതാണ് പ്രശ്നം. സിബിൻ പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യ ഘട്ടങ്ങളിൽ കേട്ടതുപോലെയുള്ള ക്വാളിറ്റി പോയിന്റുകളൊന്നും അധികം പുറത്തേക്ക് വരില്ല. അതിപ്പോൾ ആര് പ്രൊവോക്ഡ് ആയാലും അങ്ങനെ വരില്ല. ഇവിടെ ഇപ്പം വളരെ സേഫായിട്ട് സൈഡിക്കടെ പോകുന്നത് ജിൻഡോയാണ്. അപ്പോൾ ജിൻഡോയെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജിൻഡോയെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണോ, അതോ ജിൻഡോയെ വളരെ ഈസിയാണ് വീഴ്ത്താൻ എന്ന് വിചാരിച്ചിട്ടാണോ എന്നുള്ളത് അറിയില്ല. ഇപ്പം സായി അതേപോലെ തന്നെ സിബിനൊക്കെ ആദ്യ ദിനങ്ങളിലൊക്കെ ജിൻഡോയ്ക്കെതിരെ ചെറിയ രീതിയിലുള്ള ഡിസ്കഷൻസ് ഒക്കെ വെച്ചിരുന്നു. എന്നാൽ പിന്നീട് അതെല്ലാം മാറുന്ന കാഴ്ചകളാണ് ഹൗസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഒരു പാറ്റേണിൽ കളി മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേനും സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള പല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ പൂജയുണ്ട്, അഭിഷേക് ശ്രീകുമാർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ സൈഡ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം അവരൊക്കെ വലിയ പ്രതീക്ഷയോടെ മുന്നോട്ടേക്ക് വന്ന ആളുകളാണ്. അപ്പോൾ അവർ സൈഡ് ആവാനും സാധ്യതയുണ്ട്. ഈ സിബിൻ്റെ പിറകിലുള്ള ഒരു ഗെയിം മാത്രമായി പോകുമ്പോഴത്തേന് അത് ഒരു ചലഞ്ചാണ്. പിന്നെ അപ്സരയ്ക്കൊന്നും വലിയ സ്കോപ്പില്ല. പക്ഷേ അപ്സരയ്ക്ക് കിട്ടിയ ഒരു ചാൻസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര അവർ വേറൊരു ഗ്രൂപ്പിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു റിബൽ മോഡിലുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അവർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പറ്റും. പിന്നെ ജാൻമണിയൊക്കെ ആസ് യൂഷ്വൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, സ്വന്തം കാര്യം സിന്ദാബാദ്. പവർ ടീമൊക്കെ സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗെയിമിലേക്കൊന്നും ജാൻമണി ഒരു ഇൻപുട്ടും കൊടുക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ അയാൾ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അത് വേറൊരു ഗെയിം. മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് എന്താണ് എന്നുള്ളത് പറയണം. അതിന് ചെറിയൊരു കാരണവും പറയണം. നന്ദനയാണ് ആദ്യം വന്നത്. നോറയാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. വലിയ പെട്ടികൾ നിറയെ ടിഷ്യൂ പേപ്പറുകൾ കൊടുക്കാനായിട്ടാണ് നന്ദന ഉദ്ദേശിക്കുന്നത്. നോറ എപ്പോഴും കരയുന്ന ഒരാളാണല്ലോ. അപ്പം നന്ദന ഇടയ്ക്ക് നൈസായിട്ട് പറയുന്നുണ്ട്, ഈ ആഴ്ച ഞാനൊന്നും കണ്ടില്ല. ജിൻഡോ ജാസ്മിനാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പം ജിൻഡോ മോർണിംഗ് ആക്ടിവിറ്റി ആദ്യം തന്നെ വായിച്ച് ഗിഫ്റ്റൊക്കെ പോക്കറ്റിൽ കരുതിയാണ് വന്നത്. ജാസ്മിൻ ഒരു സോപ്പാണ് കൊടുക്കുന്നത്. ജാസ്മിൻ കുളിക്കത്തില്ല, അപ്പം ഇനി കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഈ ജാസ്മിൻ്റെ വൃത്തി എന്ന് പറയുന്ന ഒരു കാര്യം സ്ഥിരമായിട്ട് ഹൗസിൽ ചർച്ചാ വിഷയമാവുന്നുണ്ട്. അപ്പോൾ അത് ജാസ്മിനെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം എന്ത് ഒരു മോശം പരിപാടിയെക്കുറിച്ചിട്ടുള്ള, ഇപ്പോൾ ബാത്റൂമിൽ വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ ഏത് കിച്ചണിൽ വൃത്തിയില്ലായ്മ, ഏതൊരു മോശം കാര്യത്തെക്കുറിച്ചിട്ടും അവിടെ സംസാരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അറിയാതെ അത് ജാസ്മിനായിരിക്കും എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും
വീക്കെൻഡ് എപ്പിസോഡിന് കൊടുക്കണം. കാരണം അവരാണ് ആ ഒരു സാധനം മുന്നിലേക്ക് ഇട്ടതും ഇങ്ങനൊരു ഇമേജ് ജാസ്മിനെ കുറിച്ചിട്ട് എടുത്തു വെച്ചതും. എനിക്ക് തോന്നുന്നത് ജാസ്മിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പം കണ്ടസ്റ്റൻസ് എല്ലാ ആൾക്കാരും ജാസ്മിനെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അൻസിബ റസ്മിന് ഒരു സ്പോഞ്ച് ബോൾ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം റസ്മിന് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ നമുക്കറിയാമല്ലോ സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത്. ഗബ്രി അർജുന് ഒരു പ്രോട്ടീൻ പൗഡറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉഴപ്പി വിട്ട ഒരു ടാസ്ക്. ജാസ്മിൻ ശ്രീരേഖയ്ക്ക് ഒരു സ്ലേറ്റും ബുക്കുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിലപാടുകൾ എഴുതി ഓർത്ത് വെച്ച് വായിക്കാൻ വേണ്ടി. അപ്പോൾ ശ്രീരേഖ കമ്പ്യൂട്ടർ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വണക്കോ ഒരസലമൊക്കെ ഉണ്ട്. അഭിഷേക് ജയദീപ് ജാസ്മിന് ഒരു സ്റ്റാൻഡ് കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ജാസ്മിന് പല കാര്യങ്ങളിൽ സ്റ്റാൻഡില്ല. ഒരു ബ്യൂട്ടി വ്ളോഗർ ആണ് എന്നുണ്ടെങ്കിലും ജിൻഡോയുടെ സ്കിൻ ടോണിനെ കുറിച്ചിട്ട് ഒരു കമൻറ്റ് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷന് ചേർന്നല്ല, ജാസ്മിൻ്റെ പ്രൊഫഷന് ചേർന്നല്ല, അത് ഉൾട്ടയായി എന്ന് പറഞ്ഞ അഭിഷേക് ജയദീപ് ഒരു സ്റ്റാൻഡ് കൊടുക്കുകയാണ്. അർജുൻ നമ്മുടെ ഋഷിക്ക് ഒരു ഗോൾഡ് സ്പൂണും ഒരു ഫീഡിങ് ബോട്ടിലും കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കിടിലൻ സാധനമാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അവന് കുടിക്കുകയും ചെയ്യാം, ബാക്കിയുള്ള ആളുകൾക്ക് ഫീഡ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളത്. പൂജ ജിൻഡോന് ചന്ദനത്തിരിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന സമയത്ത് ചന്ദനത്തിരി ഇല്ലാത്തതുകൊണ്ട് സിഗരറ്റ് വലിച്ച ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. റസ്മിൻ ജിൻഡോയ്ക്ക് ലേഹ്യം, മറവി വരാതിരിക്കാനുള്ള ലേഹ്യം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എഴുതി പഠിച്ചു വന്ന പല കാര്യങ്ങളും ജിൻഡോ മറന്നു പോയിരിക്കുന്നു. പഴയ ജിൻഡോയിലേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ ആളുകളെ ഫോളോ ചെയ്യുന്ന, വെറുതെ ആളുകളുടെ പിന്നാലെ നടക്കുന്ന ഒരു ജിൻഡോയാണ് കാണാൻ പറ്റുന്നതെന്ന് റസ്മിൻ പറയുന്നു. അപ്സര സിബിന് പേപ്പറും പേനയും സ്ക്രൂവും കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. സിബിൻ കുറേ സ്ക്രിപ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്, അതെല്ലാം തീർന്നുപോയി. അപ്പോൾ പുതിയ സ്ക്രിപ്റ്റിന് വേണ്ടി ആ ഒരു പേപ്പറും പേനയും ഉപകരിക്കും. അതേപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഇങ്ങനെ ആൾക്കാരെ സ്ക്രൂ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ മുറുക്കാനായിട്ട് ഉപയോഗിക്കാം. ഋഷി അർജുന് ഒരു മേക്കപ്പ് റിമൂവറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറേയധികം മേക്കപ്പ് ഇടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ അർജുനോട് പറയുന്നുണ്ട്. അത് ശ്രീതുവായിട്ടുള്ള ഒരു 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 ഗ്യാങ് ഫോർമേഷൻ്റെ ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സായി ഋഷിക്ക് ഒരു ലൈ ഡിറ്റക്ടറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നല്ലതായിരുന്നു. കാരണം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് കണ്ണടച്ച് വിശ്വസിക്കണ്ടല്ലോ. അപ്പോൾ ലൈ ഡിറ്റക്ടർ ഉണ്ടെങ്കിൽ അത് ഋഷിക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും. അഭിഷേക് എസ് ഗബ്രിക്ക് ഒരു ബുക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഡിബേറ്റിൽ പങ്കെടുക്കേണ്ടത് എന്നീ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൊരു ബുക്ക്. അങ്ങനെ മര്യാദയ്ക്ക് പെരുമാറാമല്ലോ. അപ്പോൾ ഈ ബുക്കും പരിപാടി ആയപ്പോഴത്തേനും ബിഗ് ബോസ് പറഞ്ഞു കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവാനായിട്ട്. നോറയും ബുക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജിൻഡോയ്ക്ക്. കാരണം ജിൻഡോ കുറേയധികം എഴുതി പഠിച്ചിട്ടാണ് വന്നത്. ആ ബുക്ക് എവിടെയോ കാണാതെ പോയി. അപ്പം ജിൻഡോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ബുക്കിനകത്ത് എഴുതാനോ അല്ലെങ്കിൽ ജിൻഡോ കൊണ്ടുവന്ന ബുക്കുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ടോ നോറ റെഡിയാണ്. ശ്രീരേഖ എന്തോ വലിയ സാധനമാണ് പ്ലാൻ ചെയ്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല. എനിക്ക് പേഴ്സണലി മനസ്സിലായില്ല. ജാസ്മിൻ ഒരു കണ്ണാടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്നൊരു കണ്ണാടി, അതിൻ്റെ അടുത്തൊരു വേറൊരു കണ്ണാടി, ആ കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ആ കണ്ണാടിക്കകത്തൂടെ സ്വയമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ജാസ്മിൻ വേറൊന്നും കാണാതെ ഞാനെന്ന ഭാവത്തിൽ കളിക്കുന്നതിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. സിബിൻ ഗബ്രിക്ക് ഒരു സ്റ്റേപ്ലറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ദേഷ്യം വരുന്ന സമയത്ത് നാക്കും വായും എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാമല്ലോ. ഇയാൾക്ക് 3 മീറ്റർ നാക്കുണ്ടെങ്കിൽ അതും കൂടെ മടക്കി പിൻ ചെയ്ത് വെക്കാനൊക്കെ സിബിൻ പറയുന്നുണ്ട്. ജാൻമണി അൻസിബയ്ക്ക് സ്നേഹോപഹാരം ഒരു ടേപ്പ് റെക്കോർഡർ, അതിൽ നിറയെ സൂര്യയുടെ പാട്ടുകൾ, സൂര്യ അഭിനയിച്ച സിനിമയിലെ പാട്ടുകൾ. ശരണ്യ റസ്മിന് ഒരു പഞ്ചിങ് ബാഗും പിന്നെ ഫോൺ, മറ്റേ പിള്ളേരൊക്കെ കളിക്കുന്ന 2 സൈഡിലുള്ള ഫോണില്ലേ, അതും കൂടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചിങ് ബാഗ് ഈ എടുത്തുചാട്ടവും ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഫോൺ പല ആളുകളുടെ കമ്മ്യൂണിക്കേഷന് മീഡിയമായിട്ട് റസ്മിൻ മാറുന്നുണ്ട്. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഒരു ഫോൺ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ആ ഒരു കോർട്ട് പരിപാടി നടന്നില്ല. ജാസ്മിൻ വേഴ്സസ് ജിൻഡോ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇന്ന് നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നു. റസ്മിൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇന്നലെ നടത്തിയില്ല. അപ്പോൾ അവർ ടയർഡാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഭക്ഷണത്തിന് ശേഷം ആ ഒരു വാഗ്വാദങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാത്തിരുന്ന് കാണാം. നന്ദി.